പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സെയിൽസ് പഠിച്ചു, അതേപോലെ പർച്ചേസുകൾ, മറ്റു വൗച്ചറുകളൊക്കെ നമ്മൾ ഏകദേശം പരിചയപ്പെട്ടു. ഇനി നമ്മൾ ഇതിൻ്റെ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു, നമ്മൾ നിലവിൽ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ രീതിക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ റിട്ടേണുകളും മറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ബാക്കിൽ ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് നമുക്കതിൻ്റെ ഒരു ഡാറ്റ കാണാൻ പറ്റുക, എന്താണ് അതിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എന്നുള്ള ഓപ്ഷനിൽ വന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ GST റിപ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഈ GST റിപ്പോർട്ട്സ് ഞാൻ ഓപ്പൺ ചെയ്തു. ഇവിടെയാണ് നമ്മുടെ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ റിപ്പോർട്ടും മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് കിട്ടുക. നമ്മൾ ഇന്ന് GSTR 1 അല്ലെങ്കിൽ GSTR1 എന്താണ് എന്നുള്ളത് നോക്കാം. നിലവിൽ ടാലിയിൽ GSTR 1, 2, 3B എന്നുള്ള ഓപ്ഷനുകളാണ്. പക്ഷേ GSTRൽ ഇങ്ങനെ GSTR1 മുതൽ ഏകദേശം GSTR11 വരെയൊക്കെ ഓരോ ഫോമുകളുണ്ട്. നമുക്കത് GSTയുടെ വിശദമായി പഠിക്കുന്ന ഭാഗത്ത് നമുക്ക് അത്രയും ഭാഗങ്ങളെ കുറിച്ച് കാണാൻ കഴിയും. GSTR1 എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ GSTR1 ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് അതിൻ്റെ പീരിയഡ്സ് കാണാൻ പറ്റും. 1 ഏപ്രിൽ 2021 മുതൽ 31 ഏപ്രിൽ 2021 വരെയുള്ളതാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് മാസം, ഇപ്പോൾ നമ്മൾ ഏപ്രിലത്തെ വർക്കായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഏപ്രിലിലെ ഒരു GSTയുടെ റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് മന്തിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഏപ്രിലിലെ റിട്ടേൺ നമ്മൾ മെയ് മാസത്തിലായിരിക്കും ചെയ്യുക. മെയ് 10-ാം തീയതി നമ്മൾ GSTR1 അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. GSTR2 എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത് മെയ് 15-ാം തീയതിയും, അതേപോലെ തന്നെ 3B എന്നുള്ളത് നെക്സ്റ്റ് മന്ത്, അതല്ലെങ്കിൽ ഏപ്രിലാണെങ്കിൽ മെയ് മാസത്തിൽ നമ്മൾ മെയ് 20-ാം തീയതിയാണ് 3B സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ GSTR1 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സെയിൽ ബില്ലുകളെയാണ് നമ്മൾ GSTR1 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുള്ള സർവീസ് ആയിട്ടോ അതല്ലെങ്കിൽ ഗുഡ്സോ സെയിൽ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഇൻവോയ്സ് വിവരങ്ങളായിരിക്കും GSTR1ന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇവിടെ നിലവിൽ ഇവിടെ എന്തെങ്കിലും മിസ്മാച്ചുകൾ, നമ്മൾ സെയിൽ ചെയ്ത ബില്ലുകളിൽ എന്തെങ്കിലും മിസ്മാച്ചുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ കാണാൻ കഴിയും. ഈ മിസ്മാച്ച് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നിലവിൽ ഈ ഒരു വൗച്ചർ നമ്മൾ ചെയ്തു വെച്ച ഒരു സെയിൽ ബില്ലിൽ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് കൊണ്ടാണ് ആ സെയിലിന്റെ ഡീറ്റെയിൽസുകൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിലവിൽ ആ മിസ്മാച്ചിനെ നമ്മൾ എല്ലാ സമയത്തും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് GSTR1 നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആ മിസ്മാച്ച് എന്നുള്ള ഭാഗത്ത് എൻ്റർ ചെയ്താൽ അവിടെ എന്താണ് ആ മിസ്മാച്ചിലുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടെ നമ്പർ ഓഫ് വൗച്ചേഴ്സ് വിത്ത് ഇൻകംപ്ലീറ്റ് മിസ്മാച്ച് ഇൻഫോർമേഷൻ പറഞ്ഞ 3 ഉണ്ടാവും. അതിൽ ഇൻഫോർമേഷൻ റിക്വയർഡ് ഫോർ ജനറേറ്റിംഗ് ടേബിൾ വൈസ് ഡീറ്റെയിൽസ് നോട്ട് പ്രൊവൈഡഡ് എന്നുള്ളതുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ബില്ലിൻ്റെ മൂന്ന് ബില്ലുകളുടെ ഡീറ്റെയിൽസുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണ് എന്നുള്ളത് ഇവിടെ ഏറ്റവും അവസാനത്തിൽ ഒന്നാമത്തെ കോളത്തിൽ സീരിയൽ നമ്പർ, രണ്ടാമത്തെ അതിൻ്റെ വൗച്ചർ ഡേറ്റും പിന്നെ വൗച്ചർ നമ്പർ ഉണ്ട്. അതിനുശേഷം വൗച്ചർ ടൈപ്പ്, നമ്മൾ B2B സെയിൽസ് എന്നുള്ള ഒരു വൗച്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ B2B സെയിൽസ് എന്ന് പറഞ്ഞത്. അതിനുശേഷം ആ പാർട്ടിയുടെ നെയിം, പാർട്ടിയുടെ GST നമ്പർ, പിന്നെ അതിൻ്റെ ടാക്സബിൾ വാല്യൂ, IGST ഉണ്ടെങ്കിൽ അത്, CGST, SGST, സെസ് ഉണ്ടെങ്കിൽ അത്ര എമൗണ്ടുകൾ, ടോട്ടൽ എമൗണ്ട്, ഇതിലുള്ള എക്സംഷന്റെ നമ്പറുകൾ, അതിനുശേഷം അതിലുള്ള പ്രോബ്ലം എന്താണ്. അപ്പോൾ ഇതിൽ വരുന്നൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, നിലവിൽ ഈ ഒരു GST നമ്പർ സ്പെസിഫൈഡ് അല്ല എന്നുള്ളതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. നമുക്കറിയാം GST നമ്പർ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ പാർട്ടിയുടെ അഡ്രസ്സിൽ പോവാം. ജസ്റ്റ് ഒന്നത് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഞാൻ എഡിറ്റ് ചെയ്തത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു GST നമ്പർ അല്ല എന്നുള്ളതിന്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ വന്നിട്ടുള്ളത്. ഇത് ടാലി ERPയിൽ നിലവിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഒരു പക്ഷെ പ്രൈമിൽ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വന്നുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പൊ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു GST നമ്പർ എൻ്റർ ചെയ്തുകൊണ്ടായിരിക്കും ഒരു പക്ഷെ നമുക്കിത് ഇങ്ങനെ മിസ്മാച്ച് ആണ് എന്നുള്ളത് ടാലി തന്നെ നമുക്കത് കാണിച്ചു തരുന്നതായിരിക്കും. ഈ ERP
ആദ്യം ERP-യിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഏത് GST നമ്പർ അടിച്ചാലും ആ നമ്പർ പോകും. ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്കറിയാം B2B സെയിൽസിന്റെ ഇൻവോയ്സുകൾ അത് നമ്മൾ കൃത്യമായി നമ്മൾ GSTR1 അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട GSTR ഇപ്പൊ നമുക്കറിയാം ഇവിടെ 2-3 ഓപ്ഷനുകൾ ഉണ്ട്. ലോക്കൽ സെയിൽസ്, ഓക്കെ, ഇന്റർസ്റ്റേറ്റ് സെയിൽസ് എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്കതൊന്നുകൂടി അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്ന് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ കോൺഫിഗർ എന്നുള്ള ഓപ്ഷനിൽ പോയാൽ മതി. അതിന്റെ ബ്രേക്കപ്പ് ഓപ്ഷൻ നമുക്കെടുത്ത് ഡീറ്റെയിൽഡ് എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഡീറ്റെയിൽഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ടാക്സബിൾ വാല്യൂ, സെയിൽസ് ടാക്സബിൾ 12% എത്ര, 18% എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് B2Bയുടെ കോളം നിലവിൽ ഇപ്പൊ നമുക്കറിയാം ഈ B2Bയുടെ കോളം ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ B2Bയുടെ കോളം വരികയാണെങ്കിൽ നമുക്ക് അതും കൂടി ഇവിടെ സെപ്പറേറ്റ് കാണാൻ കഴിയും. ജസ്റ്റ് വേറൊരു GST നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു വെക്കാം. ഒരു GST നമ്പർ കൊടുക്കാണ്. നിലവിൽ നമ്മൾ കൊടുത്ത GST നമ്പറിൽ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്കത് വരാത്തത്. ജസ്റ്റ് ഒരു നമ്പർ ഞാനിവിടെ എൻ്റർ ചെയ്യാണ്. ഞാനത് സേവ് ചെയ്തു. നിലവിൽ ഇതിലൊരു പ്രോബ്ലം വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ കൂടി നമ്പറുകൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് അത് ഇവിടെ തന്നെ കോപ്പി ചെയ്തെടുക്കാം. നമ്മൾ അവിടെ കൊടുത്ത ഏത് നമ്പറാണോ ആ നമ്പർ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സെയിൽ ബില്ലിൽ നമ്മൾ എൻ്റർ ചെയ്ത് പോയാൽ നമുക്ക് ഇവിടെ GST നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബില്ല് സേവ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ബില്ല് നമുക്ക് അങ്ങനെ പോയിട്ടുണ്ട്. നമുക്കിവിടെ വീണ്ടും അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു നോക്കാം. അതും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും ഇപ്പൊ എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ടിൻ നമ്പർ കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കത് പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു നമ്പർ എൻ്റർ ചെയ്തതാണ്, അതുകൊണ്ടാണ് അതവിടെ മിസ്മാച്ച് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും, ഇവിടെ ലോക്കൽ സെയിൽ എന്നുള്ളതിൽ 3,22,000 എന്നുള്ളത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ലോക്കൽ സെയിലിൽ എൻ്റർ ചെയ്ത് നോക്കി ഇവിടെ ടാക്സബിൾ വാല്യൂ ആണ്. ആ ടാക്സബിൾ വാല്യൂ 12% എത്രയാണ് വന്നിട്ടുള്ളത്, 18 എത്രയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഉണ്ടാവും. 18 വന്നാൽ നമ്മുടെ ആ ഒരു ബില്ലിന്റെ ഡീറ്റെയിൽസുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ ടാക്സബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസും മറ്റു വിഷയങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഈ GSTR1 എന്ന് പറയുന്ന ഈ ഒരു റിട്ടേൺ ഫോം നമ്മൾ എല്ലാ മാസത്തിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഡാറ്റയാണ്. നമുക്ക് ടോട്ടൽ എത്ര സെയിൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ ആർക്കൊക്കെയാണ് ബില്ല് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതാണ് ഇപ്പോൾ ഇതിന്റെ ഒരു റിട്ടേൺ ഫോമാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മളിത് സബ്മിറ്റ് ചെയ്യേണ്ട രൂപം എന്ന് പറയുന്നത് B2B എന്നുള്ള ഒരു കോളം ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. B2B എന്ന് പറഞ്ഞാൽ അതിന്റെ B2B എന്നുള്ളത് കൊണ്ട് നമുക്കറിയാം GST ഉള്ള ഒരു ടീം മറ്റൊരു GST ഉള്ള ടീമിന് ബില്ലടിക്കുന്നതിന് നമ്മൾ B2B എന്ന് പറയുന്നത്. അപ്പൊ B2B ഇൻവോയ്സുകളാണെന്നുണ്ടെങ്കിൽ ഈ ഇൻവോയ്സിന്റെ വിവരങ്ങൾ ഇപ്പൊ നേരത്തെ ഇവിടെ കണ്ടിട്ടുള്ള അതേ ഡീറ്റെയിൽസിൽ ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഏറ്റവും ഒന്നില് പർട്ടിക്കുലർ എന്നുള്ളതിൽ ആ ടീമിന്റെ പേര് കാണാൻ പറ്റും, GST നമ്പർ കാണാൻ പറ്റും. വൗച്ചർ എന്നുള്ളത് ടാക്സബിൾ എമൗണ്ട് വേണ്ടി വരും, അതിന്റെ CGST SGST എന്നുള്ള ഈ ഒരു കാര്യങ്ങൾ മൊത്തം വളരെ കൃത്യമായിട്ട് നമ്മൾ എന്തിന്റെ ഓരോ ഇൻവോയ്സ് ഡീറ്റെയിൽസുകൾ നമ്മൾ സൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതാണ് GSTR1 B2B ഇൻവോയ്സിന്റെ പ്രത്യേകത. അതായത് ഓരോ ഇൻവോയ്സുകളെയും കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തേണ്ടി വരും, അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇൻവോയ്സ് വൈസ് ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ B2C എന്നുള്ള ബില്ല്, B2C എന്ന് പറഞ്ഞാൽ നമുക്കറിയാം B2C ബിൽ ടു കസ്റ്റമർക്ക് നമ്മൾ ചെയ്യുന്ന ബില്ലാണെന്നുണ്ടെങ്കിൽ ആ ബില്ലിന്റെ സമ്മറി മാത്രമായിരിക്കും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ വന്നാൽ അറിയാം, കേരള എന്നുള്ളതിൽ 12% 20,400, കേരളത്തില് 74,500, 18% 74,500 ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിലേക്ക് 2,26,150. ഇങ്ങനെ ഇതിന്റെ ഒരു സമ്മറി മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, GSTR1 കൊടുക്കേണ്ടി വരിക. ഇതിന്റെ ഓരോ ഇൻവോയ്സിന്റെ വിവരങ്ങൾ ഇപ്പൊ ഇതിന്റെ അകത്ത് ചെന്നാൽ നമുക്ക് ഈ ഇൻവോയ്സിന്റെ വിവരങ്ങളുണ്ട്. പക്ഷെ ഈ ഇൻവോയ്സിന്റെ വിവരങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ സമ്മറി മാത്രമായിരിക്കും നമ്മൾ B2Cയിൽ കൊടുക്കുക. അപ്പൊ GSTR1 B2B എന്നുള്ളൊരു പ്രധാനപ്പെട്ട കോളം ഉണ്ടാവും. ആ B2B കാരണം ഏകദേശം 19ഓളം കോളങ്ങൾ ഈ GSTR1 നമുക്ക് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാണ്ടാവും. ആ 19 കോളങ്ങൾ ഇവിടെ ഉണ്ടാവും. രണ്ടാമത്തെ കോളം എന്ന് പറഞ്ഞാൽ B2C ലാർജ് ഇൻവോയ്സുകളാണ്. അതായത് 2.5 ലക്ഷം രൂപക്ക് മുകളിൽ ഇന്റർസ്റ്റേറ്റിലേക്ക് നമ്മൾ ബില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരാള് തമിഴ്നാട്ടിലേക്ക് 2.5 ലക്ഷം രൂപക്ക് മുകളിൽ ബില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് B2C ലാർജ് ഇൻവോയ്സിൽ വരും. ആ ഇൻവോയ്സുകളുടെ വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും,
ബിൽ ടു ബില്ലായിട്ട് തന്നെ, അതായത് ആ ബില്ലിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ B2C സ്മാൾ എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപക്ക് ഇൻഡർസ്റ്റേറ്റിലേക്ക് 2.5 ലക്ഷം രൂപക്ക് ചെയ്തതും കേരളത്തിൽ GST ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ കൊടുത്ത ബില്ലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക ഈ B2C എന്നുള്ള കോളത്തിലായിരിക്കും. പിന്നെ ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും, എക്സ്പോർട്ട് ചെയ്ത ഇൻവോയ്സുകൾ ഉണ്ടാവും, അഡ്വാൻസ് ടാക്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അതിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. നിൽ റേറ്റഡ് സെയിൽ കൊടുക്കണം. ഇവിടെ തന്നെ നമുക്ക് 9 കോളങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇതിന്റെയൊക്കെ അമെന്റ്മെന്റ് കോളങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം നമ്മൾ HSN എന്നുള്ള സമ്മറി കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമുക്കറിയാം ഇത് നമ്മൾ HSN വൈസ് നമ്മൾ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ്. ഓക്കെ, ഈ HSN വൈസ് ആയിട്ട് നമ്മൾ സെയിൽ ചെയ്ത ഓരോ HSN കോഡ്, ആ HSN കോഡിന്റെ പ്രൊഡക്റ്റിന്റെ നെയിം, അത് ഗുഡ്സ് ആണോ സർവീസ് ആണോ, അതിന്റെ യൂണിറ്റ് വരുന്നത് ഏത് രീതിയിലാണ്, ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി ആണ് നമ്മൾ സെയിൽ ചെയ്തത്, അതിന്റെ വാല്യൂ എത്ര ഉണ്ട്, ടാക്സബിൾ വാല്യൂ എത്ര ഉണ്ട്, അതിൽ IGST ഉണ്ടായിരുന്നോ, CGST ഉണ്ടോ, SGST ഉണ്ടോ, ഇങ്ങനെ ഈ എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഓരോന്ന് എൻ്റർ ചെയ്യില്ല, ഇതിനൊക്കെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടുള്ള ഓഫ്ലൈൻ ആപ്പുകൾ തന്നെ നമ്മൾ സോഫ്റ്റ്വെയറുകൾ നമ്മൾ വേറെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഡോക്യുമെന്റ് സമ്മറി എന്നുള്ളത് ഉണ്ടാവും. നമ്മൾ ഈ ഒരു മാസത്തിൽ സെയിൽ എത്ര, ഒന്നാമത്തെ ഇൻവോയ്സ് മുതൽ എത്രാമത്തെ ഇൻവോയ്സ് വരെയാണ് നമ്മൾ സെയിൽ ബില്ല് അടിച്ചത്, അതേപോലെ തന്നെ B2B സെയിലിൽ നമ്മൾ അതിനൊക്കെ ഓരോ ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും. ഈ ഇൻവോയ്സ് നമ്പർ മുതൽ ഈ ഇൻവോയ്സ് വരെ നമ്മൾ ഈ ഒരു മാസം ബില്ല് ചെയ്തു. അങ്ങനത്തെ മൊത്തത്തിലുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും, അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഏകദേശം 19ഓളം കോളങ്ങൾ നമ്മൾ GSTR1 നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അതിന് GST രജിസ്ട്രേഷൻ എടുത്താൽ നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് വരും. അതിൽ റിട്ടേൺസിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ GSTയുടെ ഈ ഫോംസുകളൊക്കെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ GSTR2 എന്താണ് എന്നുള്ളത് പരിചയപ്പെടാം. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.